സർ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അവരുടെ ഈ ഭരണത്തോടുള്ള വളരെ വിമുഖതയും അവരുടെ മോശം പ്രവൃത്തികളും ഒക്കെ തുറന്നു കാട്ടി. അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണോ ഇന്നലെ ഈ കോർപ്പറേഷനിൽ നടന്ന നാടകീയ സംഭവങ്ങൾ? സാറിന് എന്ത് തോന്നുന്നു? അല്ല, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണോ എന്ന് ചോദിച്ചാൽ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറം ഇപ്പൊ കോർപ്പറേഷനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വാർത്തയ്ക്ക് അപ്പുറം ഒരു വാർത്തയ്ക്ക് 24 മണിക്കൂറെന്നല്ലേ പറയുന്നത്. പുതിയൊരു വാർത്തയിലൂടെ അവരുടെ ആ ഒരു രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടിക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമസഭയിലും അല്ലെങ്കിൽ ഇതുപോലെ കോർപ്പറേഷനിലും ഒക്കെ നിരന്തരം അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. ജനങ്ങളുടെ മനസ്സിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് അതെ അത് അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പം കോർപ്പറേഷനകത്ത് CPMന്റെ കാര്യം അല്ലെങ്കിൽ CPMന്റെ അല്ല BJPയുടെ കാര്യത്തിനകത്ത് ഇപ്പം ഇന്നലെ നമ്മൾ കാണുമ്പം മേയറേയും ഡെപ്യൂട്ടി മേയറെയൊക്കെ നമ്മൾ പറയത്തില്ലേ, കയ്യാങ്കളിയിലും മേയറുടെ കാല് ഇടത്തെ കാലിന് പൊട്ടൽ, ഡെപ്യൂട്ടി മേയർക്ക് ഗുരുതര പരിക്ക്, അവർ CPMന്റെ ഏതോ ഒരു കൗൺസിലർക്ക് 4 കുത്തിക്കെട്ട്, ഏതാണ്ട് 13ഓളം കൗൺസിലർമാർക്ക് പരിക്ക്, പോലീസുകാരന് പരിക്ക്. ഇത് എവിടെ നടക്കുന്നതെന്ന് അറിയാമോ? മേയറുടെ ഓഫീസിൽ. അതായത് തിരുവനന്തപുരം പോലെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഇരിക്കുന്ന ആ മേയറും അല്ലെങ്കിൽ അത്തരത്തിൽ ആ കൗൺസിലർമാരും തമ്മിൽ കൂട്ടയടിയും അല്ലെങ്കിൽ ഇതേ ഗുരുതരാവസ്ഥയിൽ മേയറെ ഡെപ്യൂട്ടി മേയറെയൊക്കെ ആശുപത്രിയിലാക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബീഹാറിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കുറച്ചായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണ്. കാരണം ഇതിനകത്ത് എന്ത് കാരണം പറഞ്ഞു? ഇപ്പൊ സുഗതന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? സുഗതൻ ഏതാണ്ട് വലിയ ഗുണ്ടയാണെന്നും അല്ലെങ്കിൽ അയാളുടെ പേര് 19 കേസുണ്ടെന്നും ആ കേസിന്റെ കാരണം കൊണ്ട് ഇയാളെ കാപ്പ ചുമത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അയാൾ പൊതുജനത്തിന് ഉതകാത്ത രീതിയിലേക്കുള്ള കൗൺസിലർ അല്ലെങ്കിൽ മാന്യതയില്ലാത്ത കൗൺസിലർ, ഗുണ്ട കൗൺസിലറായിട്ട് വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് 23-ാം തീയതി തൊട്ട് അവിടെ റിലേ സത്യാഗ്രഹം കിടക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഇന്നലത്തെ കൗൺസിലർമാർ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടായിരുന്നല്ലോ, കൗൺസിലർമാർ അസാധുവായി. അവർ 2 മാസത്തിനകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനകത്ത് ഈ ഭരണഘടന ലംഘനമുണ്ട് അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലേക്കല്ല സത്യപ്രതിജ്ഞ ചെയ്ത്. ചില ദൈവനാമത്തിലല്ല ചില ദൈവങ്ങളുടെ പേര് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ അതിന് മാറ്റം വരുത്തണം. അത് ഇന്നലെ ആ സത്യപ്രതിജ്ഞ നടത്തിയതിനകത്ത് ചേംബറിൽ വെച്ച് സത്യപ്രതിജ്ഞ പാടില്ല അല്ലെങ്കിൽ അത് കൗൺസിൽ ഹാളിൽ വെച്ച് ചെയ്യണമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനകത്ത് ആക്ഷേപം ഉന്നയിച്ചാണ് ഇന്നലെ മേയറെ തടഞ്ഞത്. ഈ റിലേ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കൂടിയുള്ള മേയറെ തടഞ്ഞത്. അപ്പൊ മേയർ ചേംബറിലേക്ക് കയറാൻ സമ്മതിക്കാതെ പ്രതിഷേധിക്കുമ്പോൾ മേയർ ഒരുപക്ഷെ കയറാതിരിക്കുകയോ കയറുവോ? അതിനകത്ത് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകണ്ടല്ലോ. അതെ, അല്ല കവലച്ചട്ടമ്പിമാരെ പോലും ഇതിനെക്കാട്ടില്ല. അല്ലെങ്കിൽ കവലച്ചട്ടമ്പിമാരെ അടിച്ച പോലെ അടിച്ചില്ലെങ്കിൽ എങ്ങനെയാ സന്ധ്യ ഇതിനകത്ത് മേയറുടെ കാല് പൊട്ടുന്നേ? ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ രാഷ്ട്രത്ത് 1.5 വയസ്സുള്ള കുഞ്ഞല്ലല്ലോ. ഇത്രയുള്ള ഒരു മനുഷ്യന്റെ കാല് പൊട്ടണമെങ്കിൽ അത്രയ്ക്ക് വലിയ ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് അദ്ദേഹത്തിന് കാലിൽ അടിക്കണ്ടേ? അല്ലെങ്കിൽ അതുപോലെ ഉള്ളയിടത്ത് എന്നയുടെ കാല് മുട്ടണ്ടേ? അതുപോലെ തലയ്ക്ക് 4 കുത്തിക്കെട്ട് വേണമെങ്കിൽ ചുമ്മാ നമ്മൾ ഈർക്കൽ കൊണ്ട് അടിച്ചാൽ ഒക്കത്തില്ലല്ലോ. അപ്പൊ അതേ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മർദ്ദനങ്ങൾ നടന്നു, ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. ഇവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം. ആര്? സുഗതൻ എന്ന് പറഞ്ഞത് ആള് ക്രിമിനലാണ്, അയാൾ കൊലപാതകയാണ്, അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ കേസുണ്ട്, ഭവനവേദനത്തിന് കേസുണ്ട്, റോഡിൽ തല്ലുണ്ടാക്കിയതിന് കേസുണ്ട്. ആ ഗുണ്ടയെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. ഇവരെന്നലെ കാണിച്ച എന്തോ സുഗതൻ കാണിക്കുന്നതിനെക്കാട്ടി മോശം പണിയല്ലേ? ഇവർക്ക് എന്തൊരർഹതയാ സുഗതനെ ഗുണ്ടയാന്ന് പറയാൻ? നമ്മൾ ഇന്നലെ അത് പറയാമല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ സുഗതനെ പുറത്താക്കാൻ സമരം ചെയ്തവര് സുഗതനെക്കാട്ടി വലിയ ഗുണ്ടകളാണോ ഈ ഇന്നലെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചതെന്ന് പൊതുജനം ചോദിച്ചാലും ആരെങ്കിലും ചോദിച്ചാലും മറുപടി കണക്കുന്നത്. ഗുണ്ടയെ പുറത്താക്കാൻ മേയറുടെ കാല് തല്ലി അടിക്കുക, ഡെപ്യൂട്ടി മേയറുടെ തല തല്ലി കീറുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പം ഇതിനൊക്കെ ചെയ്യാൻ ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കറക്റ്റാണ്. ചിലതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ചില ശ്രമങ്ങൾ. അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിനകത്തു നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിയമസഭയിൽ ധവളപത്രം കൊണ്ടുവന്നു, കഴിഞ്ഞ അല്ലെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ 10 കൊല്ലം CPM ഭരിച്ചതിനകത്തുണ്ടായിരുന്ന അഴിമതികൾ പുറത്ത് കാണിച്ചു, അല്ലെങ്കിൽ ഗിമിക്കുകളെല്ലാം പുറത്തു വന്നു, ഈ രീതിയിലായിരുന്നു ഭരിച്ചത്, അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഉള്ളപ്പോൾ അത് പൊതുജനം അറിയാതിരിക്കാൻ ഇതുപോലെ ഈ നഗരസഭയിൽ ഒരു ബഹളമുണ്ടാക്കി മേയറുടെ കാല് തല്ലി ഒഴിച്ച് വാർത്ത മാറ്റുന്നതിനപ്പുറം തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ
ഈ 42 കൊല്ലം കൊണ്ട് ഭരിച്ചിരുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്നത് പോലെ അല്ല ഭരിക്കേണ്ടതെന്ന് ഒരുപക്ഷെ വി രാജേഷ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. കാരണം നമ്മൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുത്തകയാണ്. ഇത് ഒരിക്കലും മറ്റാർക്കും പോകുമെന്ന് വിചാരിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടി തന്നെയായിരുന്നു CPM. അതായത് ഈ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സാധാരണ പൗരന് കോർപ്പറേഷനിൽ എന്തൊരു കഷ്ടപ്പാടായിരുന്നെന്നറിയും. ഒരു കാര്യം സാധിക്കും. ഇതങ്ങനല്ല, ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യും. നമ്മളെല്ലായിടത്തും ഉണ്ട്. മറ്റേത് അങ്ങനല്ലായിരുന്നു. അയ്യോ, ശരിക്കും കഷ്ടപ്പെട്ടു പോയി ജനങ്ങള്. അതെ. അപ്പം സന്ധ്യ പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്ത് വരേണ്ടത് കൂടുതൽ അറിയാം. അപ്പം ഇത് CPM-നെ അലട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പം രാജേഷിനെ എങ്ങനെയും പുറത്താക്കണം. അതാണ് ഇപ്പം രാജേഷിനെ പുറത്താക്കുന്നതിന് വേണ്ടി സുഗതൻ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എനിക്കറിയത്തില്ല. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളുടെ പേര് നടപടി വരട്ടെ. പിന്നെ കേസ് 19 ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞാൽ അത് കേസ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്റെ പേരിലും കാണും. ഇപ്പൊ പിണറായി വിജയന്റെ പേരിൽ എത്ര കേസ് ഉണ്ടായിരുന്നു? രാഷ്ട്രീയപരമായിട്ട് കേസുകൾ വരും. ആ കേസുകൾക്കകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൊന്നില്ലേലും കൊലപാതക ശ്രമത്തിന് കേസ് വരും. മറ്റ് പല രീതി അത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. അവരെല്ലാം ക്രിമിനൽസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് BJP-കാരന്റെ പേരിലും കാണും, CPM-ന്റെ പേരിലും കാണും, കോൺഗ്രസ്സുകാരന്റെ പേരിലും കാണും. അപ്പം അതുകൊണ്ട് സുഗതന്റെ പേരിൽ ഈ പറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാകാം. സുഗതൻ നിരന്തരമായിട്ട് ഈ പറയുന്ന BJP-യുടെ യുവജന സംഘടനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള്. അല്ലാത്ത രീതിയിലാണോ സുഗതൻ ഗുണ്ട എന്നുണ്ടെങ്കിൽ സുഗതന്റെ പേര് നടപടി വരട്ടെ, അതിനകത്തും കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന ഗുണ്ടയെ ഒഴിവാക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനെക്കാട്ടി വലിയ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടുള്ള പണിയല്ലേ ഇന്നലെ കാണിച്ചത്. അത് എവിടാണ് കാണിച്ചത്? സുഗതൻ റോഡിലാണ് കാണിച്ചതെന്നാ പറയുന്നത്. സുഗതൻ ചേംബറിലല്ല. ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ അല്ലെങ്കിൽ മേയറുടെ ചേംബറിൽ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് ആണിത് കാണിച്ചത്. അപ്പൊ അത് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഞാൻ പറഞ്ഞതുപോലെ വി രാജേഷ് തിരുവനന്തപുരത്ത് മാതൃകാപരമായിട്ട് കയറിയപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തതുപോലെ എന്നെ കഴിയുന്ന ഒരിടത്ത്, എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരിടത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ അതേ മാതൃകയിൽ ഇവിടെ വികസനം ഉണ്ടാക്കുമെന്ന് പറയുകയും അഴിമതിക്കാരെ പിടിക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞ 10-42 കൊല്ലം ഭരിച്ചവരെ അഴിമതി ചൂണ്ടിക്കാണിക്കുകയും അതിനകത്ത് നടപടിയെടുക്കാൻ പറയുകയും ആ അഴിമതിക്ക് വിധേയരായവരെ രക്ഷപ്പെടുത്തുകയും അല്ലെങ്കിൽ വലിയ വികസനത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ മാർക്കറ്റിനകത്തൊക്കെ കണ്ടില്ലേ പലരും കൈയടക്കി വെച്ചിരുന്നത്, അതൊക്കെ മേടിച്ചു കൊടുത്തു. ഗുണ്ടാപ്പെരുകാര് അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് പൈസ മേടിച്ച് ഗുണ്ടാപ്പെരു നടത്തുന്നവരെ മാറ്റിക്കൊടുത്തു. കെട്ടിടങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ളത് പൊളിച്ചു കളഞ്ഞു. അപ്പൊ ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇത് എല്ലാം കള്ളി വെളിച്ചത്താകുന്നു. അല്ലെങ്കിൽ ഇനി ഒരു ഇടം നമ്മൾക്കുണ്ടാകത്തില്ല. അപ്പൊ ഏത് രീതിയിലും ഈ ഭരണം നഷ്ടപ്പെടുത്തണം. കേവല ഭൂരിപക്ഷം ഒരെണ്ണത്തിന്റെ സ്വതന്ത്രന്റെ അല്ലെങ്കിൽ ആനുകൂല്യത്തിലാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ 1-2 കൗൺസിലർമാരെ ഇല്ലായ്മ ചെയ്താൽ BJP ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തെ ഈ രീതിയിലേക്കുള്ള പോക്കിൽ നിന്നും തടയാൻ സാധിക്കും, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറക്കാൻ സാധിക്കും. ഇതിനുവേണ്ടിയുള്ള പണി ഏതർത്ഥത്തിലും ഏത് സഭ്യമല്ലാത്ത രീതിയിലും മാന്യമല്ലാത്ത രീതിയിലും നടത്തുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ മേയറുടെ കാല് തല്ലി ഓടിക്കേണ്ടതും ഡെപ്യൂട്ടി മേയറുടെ തല തല്ലി കയറേണ്ടതും ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പ്രളയ സത്യാഗ്രഹം നടത്താം, മാന്യമായിട്ട് നടത്താം, ജനത്തെ ബോധ്യപ്പെടുത്താം. ഒരുപക്ഷെ മേയർ വരുമ്പോൾ മേയർ കാണിച്ചത് തെറ്റാണെങ്കിൽ മാന്യമായിട്ട് പ്രതിഷേധിക്കാം. പ്രതിഷേധിച്ച പോലെ പ്രതിഷേധിച്ചൂടെ? അതെ, പ്ലക്കാർഡ് വെച്ച് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ കറുത്ത തുണി വെച്ച് പ്രതിഷേധിക്കുക, അല്ലെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുക, അല്ലെ മേയുടെ മുങ്ങായിക്ക് എന്നോടെ പിടിക്കുവാന്നോ? അത് BJP-കാരൻ ചെയ്താലും ഇവർ ചെയ്താലും തെറ്റല്ലേ? ഇപ്പം അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇത് പറയാൻ പോലും നാണക്കേടുള്ള ഒരു അവസ്ഥയാണ്. CPM നിലവിട്ട് പെരുമാറുന്നു. കാരണം കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ബോധ്യപ്പെട്ടതുപോലെ എല്ലാം കയ്യിൽ നിന്ന് പോകുന്നവന്റെ ഒരു വെപ്രാളമാണോ ഈ കാണിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് ഇതിന് BJP സഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് തിരിച്ചടി ഉണ്ടാകും. സംഘർഷം നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനോട് അനുബന്ധിച്ച് ഇവിടെ ജനം ആഗ്രഹിക്കുന്നുള്ള കാര്യങ്ങൾ നാളെ നടക്കണമെന്നില്ല. പരസ്പരം അടിയും കുത്തും വെട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നോ എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.